എല്ലാവർക്കും നമസ്കാരം. AG ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2023 ജൂൺ 6 മുതൽ 8 തീയതികളിലായി CSIR JRF നെറ്റ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലെയും ഈ വർഷം ജൂണിലെയും ചേർത്ത് കമ്പൈൻഡ് എക്സാം ആയിട്ടാണ് ഇത് നടത്തുന്നത്. നമുക്കറിയാം CSIR പ്യുവർ സയൻസ് സബ്ജക്റ്റുകളിലേക്കാണ് ഈ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതായത് ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ലൈഫ് സയൻസ്, കെമിക്കൽ സയൻസ് ആൻഡ് എർത്ത് സയൻസ്. ഇതിൽ CSIR നെറ്റ് ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഡിസ്കഷൻസുമാണ് നമ്മുടെ ചാനൽ AG ബയോളജിയിൽ പരിഗണിക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്, എന്തായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അരവിന്ദ് ഗോപി. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് MS അഥവാ BSMS ചെയ്യുന്നത് ISIR ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്, തിരുവനന്തപുരം. റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ISIRൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം പറയട്ടെ. ഞാൻ 2016 ISIRൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. ഈ എക്സാം എഴുതുന്നത് 2014 ഡിസംബറിലായിരുന്നു. എൻ്റെ ആദ്യ അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാം JRFോടെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. ഓൾ ഇന്ത്യ റാങ്ക് 76 ആയിരുന്നു. ഇനി ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: സെൽഫ് സ്റ്റഡി ആയിരുന്നോ, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ, കോച്ചിങ് സെൻറ്റേഴ്സിൽ പോയിരുന്നോ? സെൽഫ് സ്റ്റഡി ആയിരുന്നു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നതിനെക്കുറിച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നമുക്ക് സംസാരിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം: എത്ര സമയം എടുത്തിരുന്നു? ഇത് ഓരോ വ്യക്തിയും അനുസരിച്ച് മാറും. നമ്മുടെ ഫണ്ടമെൻ്റൽസ് എത്ര സ്ട്രോങ് ആണ് എന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം മാറിക്കൊണ്ടിരിക്കും. എൻ്റേത് ഒരു ക്വിക്ക് റിവിഷൻ ആയിരുന്നു. ഏകദേശം ഒരു മാസത്തെ സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു മാസത്തെ സെമസ്റ്റർ ബ്രേക്ക് മുഴുവനായിട്ട് പരിശീലനത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുകയാണ് ചെയ്തത്. 1 മന്ത് കംപ്ലീറ്റ്ലി ഡിവോട്ട് ചെയ്ത് ഈ CSIRലെ കുറേയധികം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്താണ് ഞാൻ ഈ എക്സാം പാസ്സായത്. ഇനി എക്സാമിൻ്റെ പ്ലാൻ, സ്ട്രാറ്റജി എന്നതിനെക്കുറിച്ച് പോകാം. ഈ എക്സാമിന് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്: പാർട്ട് A, പാർട്ട് B, പാർട്ട് C. ഈ 3 തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പാർട്ട് A എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു ഇത് ചെയ്യാനുള്ള ഒരു പരിശീലനം ലഭിക്കും. ഏത് ചോദ്യവും നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. പാർട്ട് ബിയും പാർട്ട് സിയുമാണ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. പാർട്ട് ബിയുടെയും പാർട്ട് സിയിലെയും സബ്ജക്റ്റിൻ്റെ സിലബസ് CSIRൻ്റെ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അതനുസരിച്ച് 13 യൂണിറ്റുകളാണ് ഉള്ളത്. ഈ 13 യൂണിറ്റുകളും ഒരുപോലെ പഠിച്ചിട്ട് CSIR എക്സാം എഴുതുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതിന് ധാരാളം ടൈം നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു സ്മാർട്ട് വർക്കാണ് നടത്തേണ്ടത്. ഇനി എന്തായിരുന്നു എൻ്റെ സ്ട്രാറ്റജി, എങ്ങനെയായിരുന്നു സ്റ്റഡി പ്ലാൻ എന്നത് പറയാം. എൻ്റെ മുന്നിലുള്ള സമയം വളരെ കുറവായിരുന്നു, 1 മാസം. പക്ഷേ ആ 1 മാസം എന്ന് പറയുന്നത് കൂടുതൽ ടൈം ഉണ്ടായിരുന്നു, കാരണം സെമസ്റ്റർ ബ്രേക്ക് ആയിരുന്നു. എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും വായിച്ചുകൊണ്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിച്ച് ആ യൂണിറ്റുകളെ സിലബസിൻ്റെ യൂണിറ്റുകളിലൂടെ കണ്ണോടിച്ചിട്ട് സിലബസിൻ്റെ യൂണിറ്റിനുള്ളിൽ കുറേയധികം സബ് ടോപ്പിക്കുകൾ ഉണ്ടാക്കിയെടുത്തു. അതായത് 13 യൂണിറ്റുകളാണുള്ളത്. ഉദാഹരണമായി ഫണ്ടമെൻ്റൽ പ്രോസസ്സ് 3ാമത്തെ യൂണിറ്റാണ്. മോളിക്കുലാർ ബയോളജി എന്ന് പറയാം. ഈ മോളിക്കുലാർ ബയോളജിയിൽ തന്നെ ചോദിക്കുന്ന 6ഓ 7ഓ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭാഗം ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആ ഭാഗം മാത്രം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോയിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു. UG PG സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ വായിച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ടൈം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇനി ഏതൊക്കെ പുസ്തകങ്ങളാണ് റെഫർ ചെയ്യാൻ സാധിക്കുക? ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചുകൊണ്ട് നമുക്ക് 1 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും നോക്കിയിരിക്കുക. അത് ഏതാണ് എന്ന് വിശദമാക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുക. എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഈ യൂണിറ്റുകളെ പല സബ് ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്ത് അതിലേറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിലുള്ള തിയറി കൂടി പഠിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഉദാഹരണമായിട്ട് ആദ്യം തന്നെ എൻ്റെ സ്ട്രോങ് ഏരിയ ഏതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സ്ട്രോങ് ഏരിയ ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, സെൽ ബയോളജി എന്നിവയായിരുന്നു. അതുപോലെ മെത്തേഡ്സും. ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ C പാർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. C പാർട്ട് എന്ന് പറയുന്നത്
75 ചോദ്യങ്ങളാണുള്ളത്. 25 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ഹൈ വാല്യൂ ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണുള്ളത്. ബി പാർട്ടിലും എ പാർട്ടിലും 2 മാർക്കാണ് ഓരോ ചോദ്യത്തിന് ലഭിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. ഉദാഹരണം, ബി പാർട്ടിൽ 50 ചോദ്യങ്ങളിൽ 35 ചോദ്യങ്ങളും ആൻസർ ചെയ്യണം. 15 ചോദ്യങ്ങൾ മാത്രമേ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബി പാർട്ടിന് വേണ്ടി കൂടുതൽ കവറേജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സബ്ജക്റ്റുകൾ, കൂടുതൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ആഴത്തിലുള്ള ഒരു നോളജ് ആവശ്യമില്ല പലപ്പോഴും. എന്നാൽ സി പാർട്ടിലെ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിങ് ഒക്കെ അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവിടെ കുറച്ചുകൂടി ഇൻഡെപ്ത് നോളജ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണോ ആ സ്ട്രോങ് ഏരിയ സി പാർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നിരുന്നാലും നിങ്ങൾ ചോദ്യപേപ്പർ നല്ലപോലെ വിശകലനം ചെയ്തിട്ട് വളരെ കോൺഫിഡൻ്റ് ആയ ഉത്തരങ്ങൾ മാത്രം എഴുതാൻ ശ്രമിക്കുക. എൻ്റെ ഒരു സ്ട്രോങ് ഏരിയ ആയിരുന്നില്ല എക്കോളജി എവല്യൂഷൻ. പക്ഷേ എവല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെ ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. മാത്രമല്ല ആവർത്തനമുണ്ട്. ഈ ടോപ്പിക്കുകളെല്ലാം ലിസ്റ്റ് ചെയ്തു, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഒരുമിച്ച് എഴുതി ആ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്തു. ആ ഭാഗങ്ങൾ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോയി. അതുകൊണ്ട് എവല്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങളും എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു. ഉദാഹരണമായി എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം, പോപ്പുലേഷൻ ജെനറ്റിക്സിൽ നിന്നുള്ള ചോദ്യം. ആർ ബി ഗ്രേറ്റർ ദാൻ സി അഥവാ ഹാമിൽട്ടൺസ് റൂളിൽ നിന്നുള്ള ചോദ്യം. ജിയോളജിക്കൽ ടൈം സ്കെയിൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യമാണ്. ടൈപ്സ് ഓഫ് സ്പീസിയേഷൻ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇങ്ങനെയുള്ള ചില പാറ്റേൺസ് CSIRൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലുള്ള ചോദ്യങ്ങൾ DNA റിപ്ലിക്കേഷൻ ഫണ്ടമെൻ്റൽ പ്രോസസ്സിൽ, ന്യൂക്ലിക് ആസിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പെഡിഗ്രി അനാലിസിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇൻഹെറിറ്റൻസ് ബയോളജി എന്ന യൂണിറ്റിൽ, ഇവയൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. CSIR ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സമയാനുസൃതം അത് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ തീർച്ചയായും ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്കിത് പാസ്സാകാൻ സാധിക്കില്ല. ബി പാർട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറേയധികം മെമ്മറൈസ് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് 2 ഉത്തരസൂചികളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, ചാലഞ്ച് ചെയ്ത്. ഒന്നിൽ 50% ചാൻസ് ഞാൻ എടുത്തിരുന്നു. ആദ്യ റൗണ്ടിൽ ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം എഴുതി അതിനുശേഷം 50% ചാൻസ് എടുത്തുകൊണ്ട് 1, 2 എന്ന ഉത്തരസൂചികളിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന ചോദ്യങ്ങൾ കൂടി അറ്റൻഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ ചാലഞ്ച് ചെയ്താലേ ചിലപ്പോൾ CSIR നെറ്റ് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സി പാർട്ടിൽ ഞാൻ കുറച്ചുകൂടി കരുതൽ എടുത്തിരുന്നു. അവിടെ ഉറപ്പുള്ള ചോദ്യങ്ങൾ 25 ചോദ്യങ്ങൾ എഴുതിയാൽ മതി 75-ൽ നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗവും അറ്റൻഡ് ചെയ്തത്. 1, 2 ചോദ്യങ്ങൾ മാത്രം ചാലഞ്ച് ചെയ്ത് 25 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ അന്ന് സാധിച്ചിരുന്നു. ഇനി നിങ്ങളുടെ മുന്നിൽ 1 മാസവും കുറച്ച് ദിവസവും മാത്രമാണുള്ളത്. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് 10 വർഷം, 5 വർഷം എന്ന് ഞാൻ പറയുന്നില്ല, 10 വർഷത്തിനുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. AG ബയോളജിയിൽ തന്നെ മോളിക്കുലാർ ബയോളജി, ബയോകെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തിയറി മാത്രം പഠിച്ചുകൊണ്ടുള്ള ഒരു എക്സാമിനേഷൻ സ്ട്രാറ്റജി ആയിരുന്നില്ല എൻ്റേത്. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മോഡലായിരുന്നു. ഏതൊക്കെ യൂണിറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് കൂടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് ഞാൻ ഫിസിയോളജി എന്ന ഭാഗം പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. പ്ലാന്റ് ഫിസിയോളജി, ആനിമൽ ഫിസിയോളജി എന്നിവ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പക്ഷേ എൻ്റെ സ്ട്രോങ് ഏരിയ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ടോപ്പിക്കുകൾ വിട്ടുപോകാതെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്തിരുന്നു. ആത്മവിശ്വാസത്തോടെ തന്നെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.